എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ, അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അസ്ത്രത്തിൻ്റെ റെസിപ്പി നോക്കാം. അസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കറിയുടെ പേരാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു അസ്ത്രം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറികൾ വേണം. അപ്പോൾ ഞാനിവിടെ ചേന, അതുപോലെ കപ്പ, കായ, മത്തങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചതുരക്കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. ഈ ഒരു അസ്ത്രത്തിലേക്ക് നിങ്ങൾക്ക് ചേന, ചേമ്പ്, കാച്ചിൽ, അതുപോലെ തന്നെ കപ്പ, പപ്പായ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഒരു അരക്കപ്പ് വൻപയർ കുതിർത്തിട്ട് കുക്കറിൽ വിസിലടിച്ച് വെച്ചിട്ടുള്ളതാണ്. 4 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പയർ വേവിച്ച വെള്ളം നമുക്കിവിടെ 1.5 കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു പച്ചക്കറിയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അസ്ത്രം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങളാക്കിയ പച്ചക്കറികളെല്ലാം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പയർ വേവിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മളൊരു വിസിൽ മതിയാകും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ചേന, ചേമ്പ്, കാച്ചിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അസ്ത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങളായിരുന്നു ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ പ്രഷർ കുക്കല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചേനയ്ക്കും കപ്പയ്ക്കും ഒന്നും അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വിസിലാണ് അടിച്ചത്. വേവ് കൂടുതലാണെങ്കിൽ 1-2 വിസിലടിക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചെറുക്കിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഈ അസ്ത്രം ഒരു ഓറഞ്ച് കളറിലാണ് അസ്ത്രം ഇരിക്കുക. അപ്പോൾ ആ ഒരു കളർ കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഈ ഒരു അസ്ത്രത്തിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറിയ കഷ്ണങ്ങളാക്കി 2 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൻപയറും അതുപോലെ കപ്പയും ഒക്കെ ഉള്ളത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എരിയുള്ള 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാൽ കുറച്ച് അരയും വേണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ വന്നിട്ട് പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ട് നമ്മുടെ കുക്കർ. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേനയും കപ്പയും എല്ലാം നല്ല വൃത്തിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതൊന്ന് ഉടഞ്ഞിരിക്കണമെങ്കിൽ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ അരപ്പ് കൂടി ചേർത്തിട്ട് ഇത് ഇളക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരും. അപ്പോൾ നമ്മളൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കഞ്ഞിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഒരുപാട് മുറുക്കി അടയ്ക്കരുത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അസ്ത്രം കുറച്ച് കട്ടിയിലാണുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു കറി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കാം ആവശ്യത്തിന്. ഇപ്പം നമ്മുടെ കറി ആവശ്യത്തിന് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുകയാണ്. വൻപയർ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
വൻപയർ ഇതുപോലെ മുഴുവനെ കിടക്കണം, അപ്പോഴാണ് ഒരു അസ്ത്രത്തിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ വൻപയർ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ വേവുകയില്ല, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ വേവിച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ കടുക് വറുത്ത് താളിച്ച് ഒഴിക്കും. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയോ സവാളയോ എടുക്കാം, അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും. അപ്പോൾ ഇതിട്ടിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് വറുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കുക. കടുക് വറുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് വരും. അതിന് ശേഷം മാത്രം ഇളക്കിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ഈ ഒരു അസ്ത്രം. അപ്പോൾ ഇതുവരെ ഇത് കേട്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്